ഐസ്ക്രീം തീർന്നാൽ അടി, പപ്പടം കിട്ടിയില്ലെങ്കിൽ അടി, ബിരിയാണിയിൽ മുട്ടയില്ലെങ്കിൽ അടി, കപ്പലണ്ടിക്ക് എരിവില്ലെന്ന് പറഞ്ഞടി, ബീഫ് കറിയിൽ പീസ് കുറഞ്ഞുപോയാൽ അടി. ഇങ്ങനെ സമീപകാലത്തായി കേരളത്തിൽ നടന്ന തീറ്റത്തല്ലുകളുടെ നീണ്ട നിര കേട്ടാൽ ആരും ഒന്ന് മൂക്കത്ത് വിരൽ വെച്ചു പോവും. ഒടുവിൽ ഇതാ വീണ്ടും ഒരു ഭക്ഷണ കലാപം വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. തൊടുപുഴയിലാണ് കഴിഞ്ഞ ദിവസം ഒരടി നടന്നത്. 6 മാസം മുൻപ് നൽകിയ ബീഫ് കറിയിൽ കഷ്ണം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഹോട്ടൽ ഉടമയെ 3 അംഗ സംഘം മർദ്ദിച്ചവശനാക്കി. ഒരു കടയിലെ ഇത്ര രൂപയ്ക്ക് ആഹാരം കൊടുക്കുന്നതിന് ഇത്ര ഒരു അളവുണ്ട്, ആ അളവല്ലേ കൊടുക്കത്തുള്ളൂ. പിന്നെ അവൻ അധികം കഴിക്കുന്ന ആളാണെങ്കിൽ അവൻ അധികം വാങ്ങിച്ച് കഴിക്കണം. അതിന് അടിയുണ്ടാക്കേണ്ട കാര്യം എന്തുവാ? ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അടിയുണ്ടാക്കുന്നത് ചിലപ്പോൾ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ടായിരിക്കും. കേരളീയ ഭക്ഷണ കലാപങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒടുക്കത്തെ വിശപ്പും കൊണ്ട് ഹോട്ടലിൽ കയറി ചെല്ലുന്ന മലയാളികൾ ചേട്ടാ വേഗം ചോറെടുക്കുക എന്നേ പറയാറുണ്ടായിരുന്നുള്ളൂ. 2022 ഹരിപ്പാട് വെച്ച് നടന്ന 1ാം പപ്പട വിപ്ലവം വലിയ ചർച്ചയായപ്പോൾ പിന്നീട് ഇങ്ങോട്ടുള്ള ഭക്ഷണ കലാപങ്ങൾക്ക് പ്രചാരണം കൂടി. കല്യാണ സദ്യക്കിടെ 2ാമതും പപ്പടം ചോദിച്ചിട്ട് കിട്ടാത്തതിന് 7-8 ചെറുപ്പക്കാർ ചേർന്ന് ആലപ്പുഴയിലെ ഓഡിറ്റോറിയം തലകീഴായി വെച്ചപ്പോൾ കേരളീയ പന്തിഭോജനത്തിന്റെ ചരിത്രം അവിടെ തിരുത്തി എഴുതേണ്ടി വന്നു. അതിനു മുമ്പും അതിനുശേഷവും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടി പൊട്ടിക്കൊണ്ടേയിരുന്നു. ക്രീം ബണ്ണിൽ ക്രീമില്ലാത്തതിനാൽ കോട്ടയത്ത്, കുഴിമന്തി കഴിക്കാനെത്തിയവർ നോക്കി പേടിപ്പിച്ചതിന് കൊച്ചിയിൽ, കപ്പലണ്ടിക്ക് എരിവില്ലെന്ന് പറഞ്ഞ് കൊല്ലത്ത്, ബിരിയാണിയിൽ കോഴിമുട്ട ഇല്ലാത്തതിന് തൃശ്ശൂരിൽ, ബിരിയാണിക്കൊപ്പം പപ്പടമില്ലാത്തതിന് തളിക്കുളത്ത്, ഇപ്പോഴിതാ ബീഫിൽ കഷ്ണം കുറഞ്ഞു പോയതിന് തൊടുപുഴയിൽ. പൊടിച്ചു കഴിക്കുന്ന പപ്പടം അരികു പൊട്ടാതെ കിട്ടണമെന്ന് വാശി പിടിക്കുന്ന മലയാളികൾ ലഹളയുടെ കാരണവരായി മാറുന്ന കാഴ്ച. 6 മാസം മുൻപുണ്ടായ ബീഫ് കറി തർക്കത്തിലാണ് തൊടുപുഴയിൽ ഏറ്റുമുട്ടലുണ്ടായത്. വൈരാഗ്യം മൂലം ഞായറാഴ്ച രാത്രിയിൽ ഹോട്ടലിലെത്തിയ 3 അംഗ സംഘം ഹോട്ടൽ ഉടമ വാവച്ചനെ തുടരെ മർദ്ദിച്ചു. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മാത്രമല്ല, ഭക്ഷണത്തിന്റെ ക്രമവും നോക്കണം. സാമ്പാറിന് മുൻപ് പരിപ്പും നെയ്യും വരണം. പച്ചടിയും കിച്ചടിയും മാറിപ്പോവരുത്. സാമ്പാറിനും രസത്തിനും ശേഷം മോര് വരണം. പായസം ഇലയിൽ വിളമ്പണം. ഇങ്ങനെ പോവും മലയാളി ശീലങ്ങൾ. ഇങ്ങനെ പോയാൽ ഇലയിട്ടുണ്ടാൻ മാത്രം പഠിച്ചാൽ പോരാ, അടി കിട്ടാതിരിക്കാനും പഠിക്കണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.